ധർമ്മസ്ഥല വിഷയം വലിയ വിവാദമായി പുറത്തു വന്നിട്ട് ഏതാണ്ട് ഒരു മാസം പിന്നിടുകയാണ്. ആ ഒരു മാസത്തിനിടയിൽ തന്നെ പലതരത്തിലുള്ള ട്വിസ്റ്റുകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. കേരളത്തിൽ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി അതിനിടെ. കാരണം കേരളത്തിൽ നിന്ന് ഉള്ള സ്ത്രീകളും അവിടെ കുഴിച്ചുമൂടപ്പെട്ടിട്ടുണ്ട് എന്ന വിവാദപരമായ പ്രസ്താവന ചിന്നയ്യ എന്ന് പറയുന്ന അവിടുത്തെ ശുചീകരണ തൊഴിലാളി പുറത്തുവിട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലും ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളാണ് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. നൗഷാദ് തെക്കയിൽ, അതുപോലെ തന്നെ അതിൻ്റെ ചെയർമാൻ മനാഫ്, കൺവീനർ എന്നുള്ള നിലയിൽ ഞാനും. ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം SIT ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിലും ഈ വിഷയവുമായി ഏറ്റവും അടുത്തു ബന്ധപ്പെട്ട ഒരാൾ എന്നുള്ള നിലയിലും മനാഫിനെ ചോദ്യം ചെയ്യലിന് വേണ്ടി കർണാടകയിലേക്ക് വിളിച്ചു വരുത്തുകയും SITയുടെ മുമ്പാകെ ഏതാണ്ട് 3 ദിവസം പൂർണ്ണമായും ചോദ്യം ചെയ്യലിന് വിധേയനാവുകയും ചെയ്ത മനാഫ് കോഴിക്കോട്ടേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്താണ് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത്? നമസ്കാരം, ഞാൻ മനാഫ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് SIT എന്നെ വിളിച്ച് 3 ദിവസം ചോദ്യം ചെയ്ത് എല്ലാവിധ കാര്യങ്ങളും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അന്വേഷണത്തിൻ്റെ പരിധിയിൽപ്പെടുത്തി എല്ലാ വിഷയങ്ങളും നോക്കി. എൻ്റെ സാമ്പത്തിക സ്രോതസ്, ശിരൂരിലുള്ള എൻ്റെ ഇടപെടലുകൾ, മറ്റുള്ള എല്ലാ വിഷയങ്ങളും ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യലുകളും കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടാവുന്ന പരമാവധി തെളിവുകൾ ഞാൻ അവർക്ക് നൽകുകയും ആ വിഷയത്തിൽ പൂർണ്ണ സഹകരണം എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ഇനി ഭാവിയിൽ അങ്ങോട്ട് ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പിന്മേൽ ഈ വിഷയം ഇവിടെ വെച്ച് തീർന്നു. അല്ല, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത് ശരിയായി, അല്ലെങ്കിൽ ശരിയായ ദിശയിലാണ് നമ്മൾ പോകുന്നത്, അത് കൃത്യമായിട്ടുള്ള മാർഗത്തിലൂടെ തന്നെയാണ് ഇപ്പോഴും നീങ്ങുന്നത് എന്ന് ഈ ചോദ്യം ചെയ്യലിന് ശേഷം പറയാൻ പറ്റും? തീർച്ചയായിട്ടും. ഞങ്ങൾ ഇപ്പൊ ആക്ഷൻ കമ്മിറ്റി ഇടപെട്ട ഒരു പ്രധാനപ്പെട്ട കേസുകളിൽ ഒന്നാണ് അനീഷ് ജോയിന്റെ കേസ്. അനീഷ് ജോയ്ക്ക് ഞാൻ അവിടെയുള്ള സമയത്ത് തന്നെ മെയിൽ അയച്ച് അവരെ കൂടി ഇതിന്റെ ഭാഗമായിട്ട് അനീഷ് ജോയിന്റെ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണത്തിന്റെ ഭാഗം ആക്കാനുള്ള എല്ലാ പരിപാടികളും. പിതാവ് കൊല്ലപ്പെട്ടത് ദുരൂഹ സാഹചര്യത്തിലാണ്, ഈ പശ്ചാത്തലത്തിലും കൂടിയാണ്. അതെ, അത് ഇതിൽ പെട്ട് അത് നമ്മൾ എന്താണ് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി. ഇന്നലെ ഞാൻ SIT ഉള്ളപ്പം ഒരു അമ്മയും ഒരു കുട്ടിയും ഒരു കുട്ടീനെ കാണാതായിട്ട് ഒരു അമ്മ വന്ന് അമ്മ വന്നിട്ട് പറഞ്ഞ് എൻ്റെ മകളെ നഷ്ടപ്പെട്ടിരിക്കണ്. ഇന്നലെ തന്നെ വേറൊരു കൂട്ടർ വന്നിനു. അതായത് അച്ഛനെയും അച്ഛൻ്റെ പെങ്ങളെയും കൊന്ന കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മക്കള് പരാതിയായിട്ട് ഇതൊരു ദിവസം തന്നെ 2 പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പരാതികളുടെ ഒരു കൂമ്പാരം തന്നെ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ മാധ്യമങ്ങൾ കാണിക്കുന്നതല്ല യഥാർത്ഥ സത്യം. ഞങ്ങളിപ്പോ ഈ ഒരു ചാനലിന്റെ മുന്നിലേക്ക് ഞാൻ വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്താണോ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ പറയുന്നത് അതിൽ ഇവർക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം എടുത്തിട്ട് അതെന്താക്കാണ് സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്തിട്ട് സത്യാവസ്ഥ വെറും ഈ ചാനലുകളിൽ മാത്രമേ വരുന്നുള്ളൂ. 2-3 ദിവസം ഈ SIT ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ ഉണ്ടായിരുന്നല്ലോ, എന്താണ് അവിടുത്തെ ഒരു ഫീൽ? നമ്മളവിടെ പല കാര്യങ്ങളും നമ്മൾ അവിടെയുള്ള സാധാരണക്കാരൊക്കെ ആയിട്ട് സംസാരിക്കല്ലോ. അപ്പൊ നമ്മൾ ഈ കേട്ടതില് അതേപോലെ തന്നെ പരാതിയില് കഴമ്പുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷെ അവിടെ ആളുകൾക്കുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് അവര് ഇവിടെ കേരളത്തിലേക്ക് വരുന്നത്, അമ്പലത്തിലേക്ക് വരുന്ന ആളുകളാണ്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ താമസ സൗകര്യം ഒന്നും കിട്ടാറില്ല, ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്പർ കൊടുത്ത സമയത്ത് ഇല്ല സാറേ വിളിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നിങ്ങളോട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നതിന് ഭയമുണ്ട് എന്ന് ആ ഒരു സാധാരണക്കാർ നമ്മളോട് പറഞ്ഞപ്പോൾ ഞാൻ അത് ഒരിക്കലും ഷോക്കായിപ്പോയി. അതേപോലെ തന്നെ ഇവിടെ ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് അവിടുത്തെ BJP പ്രസിഡന്റ്, അവിടുത്തെ പിന്നെ സ്റ്റേറ്റ് പ്രസിഡന്റ്, MLA അവിടെ പിന്നെ സൗജന്യയുടെ ആ സമരത്തിനും ആ കുട്ടിയുടെ വീട്ടിലും പോയിട്ട് പിന്തുണ കൊല്ലങ്ങൾക്ക് ശേഷം BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഈ ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണയുമായി സൗജന്യയുടെ വീട്ടിൽ പോയി. പക്ഷെ നമ്മളിവിടെ വരുന്നുണ്ടോ വാർത്ത? അതാ ഞാൻ പറയുന്നത്, നമ്മൾ സൗജന്യയുടെ ആക്ഷൻ കമ്മിറ്റിയുടെ ഓഫീസിൽ പോയതും മറ്റു വിഷയങ്ങൾ ഇടപെട്ടതും നമ്മൾ ഇതിനൊരു പിന്തുണ കൊടുത്തതും ഈ പല സംഗീത ചാനലുകളിൽ അല്ലെങ്കിൽ അത്തരം പ്രൊഫൈലുകളിലൊക്കെ വളരെ വർഗീയമായിട്ട് നമ്മളെല്ലാവരും വിഷമിപ്പിക്കുന്ന രീതിയിൽ മനാഫിന് വേറെ എന്തോ ലോബി ഇതിന്റെ പിറകിൽ കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഢാലോചന നടത്തുന്നു. ഇപ്പൊ തന്നെ നമ്മൾ പോയപ്പോ കണ്ടില്ല, മനാഫിനെ ഉള്ളിലാക്കി
മനാഫിനെ അവിടുന്ന് SIT ഇടിച്ച് വീഴുകയാണ്, അല്ലെ മനാഫിനെ NIA പൊക്കി കൊണ്ടുപോയി, ഇനി പുറം ലോകം കാണില്ല എന്നൊക്കെ എത്രയോ ആളുകൾ ഇപ്പൊ നമ്മളത് നിയമപരമായി അവിടെ വരുന്ന വാർത്തകൾ മനാഫെ മറിച്ചാണ്. മനാഫ് SIT ചോദ്യം ചെയ്യലുമായി വിധേയമായിട്ട് അവിടെ അകത്ത് പോയി. കാരണം രാവിലെ പോയി രാത്രിയാണ് വരുന്നത്. പക്ഷെ പുറത്ത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന സമയത്ത് വരുന്ന വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ കൃത്യമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത് ഈ ആക്ഷൻ കമ്മിറ്റി എന്ന് നമ്മളെ തന്നെ ഒന്നുകൂടി ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഞാൻ ഒരു ഒറ്റ കാര്യം പറയട്ടെ. നമ്മൾ അവിടെ ചെന്നപ്പോ അവിടുത്തെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, അപ്പൊ നമ്മുടെ അൽബാബും ഞാനും ഒക്കെ ആണല്ലോ പോയത്. അപ്പൊ അവിടെ അവർ സംസാരിക്കുമ്പോ അവര് അവിടുന്ന് എന്താ പറയാ അസ്ഥികൂടം കിട്ടിയ വാർത്തകളൊക്കെ പറയുന്നുണ്ട്, അവർ ഷൂട്ട് ചെയ്ത് പറയുന്നുണ്ട്, അവർ അയച്ച വാർത്തകൾ കാണിച്ചു തന്നു. പിന്നെ അതേപോലെ തന്നെ ഇന്നലെ ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ വാർത്തക്കാരെല്ലാവരും കൂടി 2-3 പോലീസ് ജീപ്പ് പെട്ടെന്ന് പോകുന്ന SITന്റെ ഓഫീസിൽ നിന്ന് പോകുന്നത് കണ്ട് ഈ വാർത്താ സംഘം എല്ലാം കൂടി ചട്ടപ്പെട്ടാൽ ഓടുമ്പോൾ ഞങ്ങളും ചോദിച്ചു എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു മറ്റേ തെരച്ചിൽ തുടരുകയാണ്. എന്നിട്ട് അത് ലൈവ് വന്നു. അവിടെ ഈ തെരച്ചിൽ നടത്തുന്നതിന്റെ ലൈവ് അവിടുത്തെ ചാനലുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടത്തെ ആളുകൾ വേറെ രീതിയിൽ പറഞ്ഞുകൊണ്ട് ഞാനൊരു ന്യൂസ് പോർട്ടലിൽ വന്ന വാർത്ത വായിച്ചത് അവിടെ ഒരു യുദ്ധഭൂമിയിൽ എന്നതുപോലെ അസ്ഥികൂടങ്ങൾ കൂട്ടമായി കിടക്കുന്നു. സൗജന്യയുടെ അമ്മാവനെയും കൂട്ടി മഹസർ തയ്യാറാക്കാൻ പോയ ഭൂമിയിൽ ഉൾപ്പെടെ കിട്ടിയത്. അത് വേറെ പുറത്തു വന്നു. അതുകൂടാതെ മറ്റൊരു സ്പോട്ടിൽ ചെന്ന സമയത്താണ് യുദ്ധഭൂമിക്ക് സമാനമായി അസ്ഥികൂടങ്ങൾ കിടക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഏതാണ്ട് എണ്ണം ഞാൻ പറയുന്നില്ല, അത്രയും എണ്ണം കുഴിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അപ്പൊ നിരന്തരം അതവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും മനാഫ് അകത്ത് പോയി, മനാഫിനെ കൂട്ടി. അല്ല, എനിക്ക് ചോദിക്കാനുള്ളത് പ്രേക്ഷകരെ, ഇവിടെ ധാരാളം മാധ്യമങ്ങളുണ്ട്, ഇവിടുത്തെ പൊതുസമൂഹമുണ്ട്, ഇവിടുത്തെ സംഘടനകളുണ്ട്, ഇവിടുത്തെ എല്ലാ തരത്തിലുൾപ്പെട്ട പ്രവർത്തിക്കുന്ന പ്രബുദ്ധ കേരളമാണ്. ആ പ്രബുദ്ധ കേരളത്തിൽ നിന്ന് പോയവരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇത്തരമൊരു വിഷയം തൊട്ടടുത്ത അയൽ സംസ്ഥാനത്ത് നടക്കുന്നതിനെ സംബന്ധിച്ചോ പ്രതികരിക്കാനില്ലേ എന്ന വളരെ ലളിതമായൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടതുണ്ട്. അത് ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ്. ഇത് അവരുടെ ധാർമ്മിക ബാധ്യതയാണ് ഈ സംഘടന. വേറൊന്ന് കൂട്ടി പറയണം, വിനാട്ട് നമുക്ക് പറയാൻ പറ്റും. 164 ബോയ് പ്രകാരം മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഒരാൾ പറഞ്ഞ കാര്യത്തിന്റെ പിറകെയാ നമ്മൾ പോയത്, അല്ലാതെ കാള വെറ്റു എന്ന് കേട്ട് കയറെടുത്ത് പോയതല്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പോക്സോ കേസായാലും മറ്റുള്ള എന്ത് കേസായാലും FIR ഇട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ വാർത്ത ചെയ്യുന്നില്ലേ? ഇവർ പിന്നെ അവിടെ പോയി അന്വേഷിച്ച് ഇവിടെ പോയി അന്വേഷിച്ചല്ലേ? FIR ഇട്ടാൽ അവർക്ക് പ്രാഥമിക അതനുസരിച്ച് ഇവരെല്ലാവരും വാർത്ത ചെയ്യുന്നതാ. അപ്പൊ ഇവർ അങ്ങനത്തെ ആ വേർഡ് ഇവർ ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് അഭിപ്രായം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ FIR ഇടുക മാത്രമല്ല, മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയിട്ട് മൊഴി കൊടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞതിന്റെ അന്വേഷണം തുടങ്ങിയതിനു ശേഷമാണ് മനാഫ് ചെയ്യുന്നത് പോകുന്നത്. പിന്നെ എങ്ങനെയാ പോവുക? പിന്നെ നാട്ടിലെ സംഭവവികാസം ഉണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ വേറൊരാൾ ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടുക? അതിന് മറിച്ച് ചോദിക്കാനുള്ളതല്ലേ യഥാർത്ഥത്തിലുള്ള ചോദ്യം. ഈ ചാനലുകൾക്ക് എന്തുകൊണ്ട് ഇതൊരു വാർത്തയല്ല? എന്തുകൊണ്ട് ഇതിനെ സംബന്ധിച്ച സത്യാവസ്ഥ തിരിച്ചറിയാനുള്ള ആ ക്യൂരിയോസിറ്റി ഇവർക്കില്ല? വിനോദ് ഏട്ടനോട് എനിക്ക് അതേമാതിരി തന്നെ പറയാനുള്ളത്, നമ്മളെ ഈ ഒരു ധർമ്മസ്ഥല ഈ കൂട്ടക്കൊലപാതക വിഷയം പുറലോകത്ത് വന്നപ്പോൾ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം ഇതൊക്കെ പറഞ്ഞത് എന്താ പറഞ്ഞാൽ കെട്ടുകഥാണ്, ഇന്ന് അപസർപ്പ കഥ. ഇന്ന് ആ മാധ്യമം തന്നെ, ആ മാധ്യമത്തിന്റെ പ്രധാനപ്പെട്ട അവതാരകന് അദ്ദേഹം പറയുന്നത്, ആളെ പേര് പറയേണ്ട, തുപ്പി കാണിച്ചു തരാന്ന് പറഞ്ഞത് മൊട്ടയടിച്ച ആളാണോ? മൊട്ടടിച്ച ആള്. അപ്പൊ ആ ആൾക്ക് ഞാൻ പലവട്ടം വിളിച്ചതാണ്. അപ്പൊ അവർ ഈ വിഷയത്തിൽ ഇടപെടാതെ ഇതിൽ ഒരു പരാജയം ഉണ്ട് എന്നുള്ള തരത്തിൽ ഇന്ന് രാവിലെ ഒരു വാർത്ത ചെയ്തു. ഞാൻ ആ മാധ്യമ പ്രവർത്തകനോട് പറയാനുള്ളത്, റിപ്പോർട്ടർ പറയുന്നതിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ടാണ് ഇയാളുടെ ഇൻട്രോ ആണെങ്കിലും എൻഡ് പഞ്ച് ആണെങ്കിലും വളരെ കൃത്യമായിട്ട് അതെ മനാഫിന്റെ റിപ്പോർട്ടർ എന്ന് പറയുമ്പോ തെളിവുകൾ പിന്നെ അതില് ഇന്ന് റിപ്പോർട്ട് ചെയ്ത ആള് അപ്പൊ എന്താ വെച്ചാൽ മനാഫിന്റെ കയ്യിലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഗുണകരമായി എന്നാ പറയുന്നത്. പക്ഷെ അവതാരകൻ എന്താണ്? അവതാരകന് കൃത്യമായിട്ട് എന്നോടുള്ള ഒരു വൈരാഗ്യമാണോ എന്താ എന്നുള്ളത് അറിയില്ല. അദ്ദേഹം ഇതിനെ ആ റിപ്പോർട്ടർ പറയുന്നതിന് വിപരീതമായിട്ട് ഞാൻ അതിൽ തന്നെ ആ അവതാരകൻ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ വിഷയത്തെ പറ്റിയിട്ട് എന്തെങ്കിലും കുറച്ചെങ്കിലും പഠിക്കണം പറ്റൂന്ന് കേട്ടിട്ടാണോ മനാഫ് കയറെടുത്തത്? അല്ല, ഞാൻ നല്ല പശു പറ്റൂന്ന് തന്നെ വിചാരിച്ചിട്ടാണ് കയറെടുത്തത്. സത്യം. എന്തുകൊണ്ടാണ്? അത് നല്ല സിന്ധി പശു ആയിക്കോട്ടെ, അല്ലെ JC പശു ആയിക്കോട്ടെ, ആ ഇനത്തിൽപ്പെട്ട 16 ലിറ്റർ പാല് കറക്കുന്നുണ്ട്. അതെ, എല്ലാരും ഇനി പാല് ഇഷ്ടമാതിരി കിട്ടാൻ പോവാണ്. പിന്നെ ഇത്രയും വിഷയമായി ഇത് അല്ലേ?
പിന്നെ അന്താരാഷ്ട്ര തലങ്ങളിൽ തന്നെ വളരെ ഇതായില്ലേ SIT ഉണ്ടാക്കിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി ഏകദേശം ഒരു 40 ദിവസത്തിന് 40 ദിവസം എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല, അവരൊന്നും വിട്ടിട്ടില്ല. അപ്പൊ തന്നെ ഇവര് ഇത് കെട്ടുകഥാണെന്ന് പറയുന്നുണ്ടല്ലോ, ഈ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകം ഒരു കെട്ടുകഥാണ് പറയുന്നുണ്ടല്ലോ. ഞാൻ 4 ദിവസം SITന്റെ ഓഫീസിന്റെ ഉള്ളിലുള്ള ആളാണല്ലോ. അവിടത്തെ ആവശ്യം ആളുകൾ തെയ്യണില്ല അവിടെ. ജോലി അത്രയും മാനസിക പിരിമുറുക്കത്തിലാണ് ഈ SIT ഉദ്യോഗസ്ഥരുള്ളത്. കാരണം തന്നെ വീട്ടിൽ പോകാൻ പറ്റില്ല. കർണാടകന്റെ പല ഭാഗത്തു നിന്ന് വന്ന ഉദ്യോഗസ്ഥരാണ്. ഭക്ഷണം ഒരേ ടൈപ്പ് ഭക്ഷണമാണ്. അതിങ്ങനെ നിരന്തരം ഭക്ഷണം ചോദ്യം ചെയ്യല്, മറ്റുള്ള തെരച്ചിലിന് പോക്ക്, ഇതൊക്കെ കൂടി ആയിട്ട് ഏത് ഉദ്യോഗസ്ഥന്മാരും മനുഷ്യരാണല്ലോ, അവരുടെ മാനസിക അവസ്ഥയും കൂടി മനസ്സിലാക്കണം. അതിന് ഒരു ലീവ് പോലും മര്യാദയ്ക്ക് കിട്ടാതാണ് അവിടെ ഉള്ള ആളുകൾ ജോലി ചെയ്യുന്നത്. കാരണം ഇത് എത്രയും പെട്ടെന്ന് തീർക്കണം എന്നുള്ളത് മേലെ നിന്നുള്ള സമ്മർദ്ദമുണ്ട്. അതുപോലെ തന്നെ ഇവർക്കും ഒരു സത്യം പുറത്തു വരണം, ഈ ഉദ്യോഗസ്ഥന്മാർക്കും ഒരു ആത്മാർത്ഥത കാണുന്നുണ്ട്. SIT തന്നെ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് കർണാടക ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇത് എവിടാണ് അവസാനിക്കുന്നത്? ആർക്കും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പ്രവചിക്കാൻ കഴിയാത്ത ഈ ട്വിസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, സത്യം പറയാണെങ്കിൽ ട്വിസ്റ്റുകളുടെ ട്വിസ്റ്റ് ഇനിയും വരാൻ പോകുന്നത് ട്വിസ്റ്റുകളുടെ പെരുമഴയാണ്. ഇപ്പൊ ഇതുവരെ നമുക്ക് ഇത് വൈൻഡ് ചെയ്യാൻ തോന്നുന്നു. അതായത് ഇതുവരെ പറഞ്ഞവരൊക്കെ കാത്തിരുന്നു, നിങ്ങളുടെയൊക്കെ വായടപ്പിക്കുന്ന വാർത്തകൾ കർണാടകയിൽ നിന്ന് ഇതേ ധർമ്മസ്ഥലയിൽ നിന്ന് വരാനിരിക്കുന്നു, നിങ്ങളുടെയൊക്കെ കണ്ണ് തള്ളുന്ന വാർത്തകൾ ഇതേ ധർമ്മസ്ഥലയിൽ നിന്ന് വരാതിരിക്കുന്നു. അന്നും മനാഫ് അല്ലെങ്കിൽ ഈ ആക്ഷൻ കമ്മിറ്റി ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു തന്നെ ധീരമായി മുന്നോട്ട് പോകും, പോരാട്ടം തുടരും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.